5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടികൾ എന്ത് പറ്റുന്നു, അവർക്ക് ടീച്ചർമാരുടെയും അല്ലെ അധ്യാപകരുടെയോ അല്ലെ മാതാപിതാക്കളുടെയൊക്കെ ചെറിയ വഴക്ക് പോലും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലയോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഒരു പെൺകുട്ടി ഇപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് സ്കൂളിലെ ഒരു പെൺകുട്ടി, ഞാൻ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ഒരു മോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ വളരെ മോശമായ കാര്യങ്ങളാണ് സ്കൂളിൽ നിന്ന് കേൾക്കുന്നത്. രക്ഷാകർത്താക്കളുടെ വലിയ സമരം നടന്നു, എല്ലാ ചാനലുകളും ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ വിദ്യാർത്ഥികളുടെ വലിയ സമരം നടക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് മറ്റൊരു കുട്ടി ആത്മഹത്യ ചെയ്തു, തുടർച്ചയായി അവിടെ ആത്മഹത്യ നടക്കുന്നു. ചെറിയ കുട്ടികൾ പോലും ചിലപ്പോൾ മുടി വെട്ടുന്നതിന് ഒന്നുകിൽ അല്ലെങ്കിൽ പിന്നെ എന്തോ ഷേപ്പ് കുറവാണ്, മുടി വെട്ടിക്കൊണ്ടുവരുന്നതിൽ മുടി കൂടുതലിരിക്കുന്നു, വെട്ടിയത് കുറവായിപ്പോ എന്നൊക്കെ പറയുന്നത് അതൊക്കെ കുട്ടികളുടെ ഫാഷനും വീട്ടുകാരുടെ തീരുമാനവും, അല്ലെങ്കിൽ പിന്നെ വെട്ടുന്ന ആളിൻ്റെ ബ്യൂട്ടി സലൂണിൽ പോയി വെട്ടുന്ന ബാർബറുടെയൊക്കെ ഒരു മനോനില അനുസരിച്ചൊക്കെ ആയിരിക്കും കുട്ടികൾ വെട്ടുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, സ്കൂളിൽ ബാർബറെ വെച്ചിട്ട് സ്കൂളിൽ വെട്ടിക്കുക, അങ്ങനെയൊക്കെ ആലോചിക്കുക, സ്കൂളിൽ വെട്ടിക്കുക. അല്ലാതെ കുട്ടികൾ മുടി കൊണ്ടുവരുമ്പോൾ അതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക, ഡ്രസ്സിൽ ബഹളം ഉണ്ടാക്കുക. ഈ ഭരിച്ച പെൺകുട്ടിക്ക് 1.5 മാർക്ക് മറ്റോ കുറഞ്ഞതിൻ്റെ പേരിൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്ക് ചെറുതായിട്ട് കുറഞ്ഞാൽ അവരെ പീഡിപ്പിക്കുക, ആവശ്യമില്ലാത്ത ഡ്യൂയൽ വർത്താനം പറയുക, ക്ലാസ് പ്രൊമോഷൻ കൊടുക്കാതിരിക്കുക, ക്ലാസ് മാറ്റിയിരിക്കുക. പല സ്കൂളുകളിൽ അങ്ങനെ ഒരു അഭ്യാസമുണ്ട്. പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടി ഒരു ക്ലാസ്സിലിരുത്തുക, റിസൾട്ട് ഉണ്ടാക്കാനാണ്. പഠിക്കാത്ത കുട്ടികളെന്ന് പറഞ്ഞ് കുറേ കുട്ടികളെ അപ്പുറത്തോട്ട് ക്ലാസ്സിലിരുത്തുക. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കുട്ടികളുടെ വലിയ മാനസികാവസ്ഥയിൽ പ്രശ്നമുള്ളത്. എനിക്ക് അനുഭവമുള്ള ഒരു സ്കൂളുണ്ട്, ഞാൻ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല. അവിടെ എ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ബി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് മുസ്ലിം കുട്ടികൾക്കാണ്. അവർക്ക് ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാനൊക്കെ കണക്കാക്കി അവർ നേരത്തെ വിടണമെന്നുള്ളത് കൊണ്ട്, വെള്ളിയാഴ്ചയൊക്കെ പല ദിവസങ്ങളിൽ വിടണമെന്നുള്ളത് ബി എന്ന് പറഞ്ഞാൽ മുസ്ലിം കുട്ടികൾക്കാണ്. പിന്നെ സി എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. സി എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, ഡിവിഷനിലാണ് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ വരുമ്പോൾ ഒരുവിധം നല്ല മാർക്കുള്ള കുട്ടികളെയെല്ലാം സിയിലോട്ട് മാറ്റും. എന്നിട്ട് ഡി എന്ന് പറയുന്ന ക്ലാസ് പിന്നെ കുറച്ച് പഠിക്കാത്ത കുട്ടികൾ. എന്നാൽ ഈ സി ക്ലാസ്സിൽ വേറെ ചിലരുടെ കയറി പറ്റും. അന്നവിടെ സ്കൂൾ അധ്യാപകരുടെ മക്കൾ പഠിക്കണമെങ്കിൽ അവർ, സാമ്പത്തികമുള്ളവരുടെ മക്കൾ, PTA മക്കൾ, ഇവരെല്ലാം സി ക്ലാസ്സിൽ കയറി പറ്റും. ഏറ്റവും നല്ല അധ്യാപകരെ ഇടുന്നത് സി ക്ലാസ്സിലാണ് ഇടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരികിടകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. ഇത് സ്കൂൾ ക്ലാസ്, ഞാനൊക്കെ പഠിക്കുന്ന കാലം മുതൽ പല സ്കൂളുകളിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ചില പരിപാടികളുണ്ട്. അതായത് ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഡി ക്ലാസ് ഇ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ പല സാറന്മാരുണ്ടെങ്കിൽ പോവുക പോലുമില്ല. അങ്ങനത്തെ സ്കൂളുകളുമുണ്ട്. അങ്ങനെ വളരെ വലിയ തോതിലാണ് കുട്ടികളുടെ മനസ്സിൽ വിവേചനവും ഇതുപോലത്തെ വേലകളും കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ പണ്ടാണെങ്കിൽ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പോകും, വീട്ടിൽ പോയിരുന്ന് കരയും, അച്ഛനും അമ്മയും കൂടി തല്ലും, എന്തിനാ മിണ്ടാതിരിടാന്ന് പറയാം, അവരും ഇത് കേൾക്കാനുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികൾ ആത്മഹത്യയിലേക്കാണ് പോകുന്നത്. കുട്ടികൾ ചെറിയ കാര്യം കിട്ടിയാൽ പോലും പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു. അതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ എത്ര കുട്ടികളാണ് കേരളത്തിൽ ഇതുപോലെ 1600 കുട്ടികളാണ് ഒരു വർഷം 365 ദിവസം എടുത്തു കഴിഞ്ഞാൽ 1600 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം എത്ര കുട്ടികൾ വരുന്നു? 5 കുട്ടികൾ, 5നും 6നും ഇടയ്ക്ക് കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുകയോ മുങ്ങി മരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ആക്സിഡൻറ്റ് വേറെയാണ്. അങ്ങനെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ജീവൻ കളയുന്ന കുട്ടികളുടെ എണ്ണം ഒരു വർഷം 1600-ലധികമാണ്. നമ്മുടെ ക്രൈം റിപ്പോർട്ടിൻ്റെ ബ്യൂറോയുടെ കണക്കനുസരിച്ചാണ്. ആ റിപ്പോർട്ടിൽ 1600 കുട്ടികൾ മരിക്കുമ്പോൾ ശരാശരി ഒരു മാസം പിന്നെ 5 കുട്ടികൾ ഒരു ദിവസം 365 ദിവസം കൊണ്ട് 1600 കുട്ടികൾ മരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കണക്ക്. അപ്പോൾ 4-5 കുട്ടികൾ ഒരു ദിവസം മരിക്കുന്ന നിലയിലേക്കാണ് പോകുന്നത്. ഇതിന് സ്കൂളുകളിൽ നടക്കുന്ന ഈ ഒരു അനീതി, അക്രമം, അതിനെന്തെങ്കിലും ഒരു പരിഹാരമില്ലേ? അവിടെ ഗ്രീവിയൻസ് സെല്ലുകൾ നമുക്ക് തുറന്നുകൂടെ? സ്കൂളുകളിൽ ഗ്രീവിയൻസ് സെല്ല് തുറക്കുകയും ആ ഗ്രീവിയൻസ് സെല്ലിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും PTA-ക്കും ഒക്കെ അഭിപ്രായം പറയാനുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും കുട്ടികളുടെ ഏത് വിഷയവും പരിഹരിക്കുകയും ചെയ്യേണ്ടേ? പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയണം, തല്ലുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്തായാലും അത് കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി നോക്കിക്കൊണ്ട് ചെയ്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം ആത്മഹത്യകളും വലിയ ദുരന്തങ്ങളുമാണ് വരാനിരിക്കുന്നത്. ഈ സ്കൂളിനെക്കുറിച്ച് വളരെ വ്യാപകമായ പരാതികൾ ധാരാളമായി ഇങ്ങനെ ചാനലുകളിൽ മാതാപിതാക്കളും കുട്ടികളും പറയുന്നു. ഒരു സ്കൂളായതുകൊണ്ട് ഞാനത് അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ എന്തായാലും സമർത്ഥിക്കാനൊന്നും ആളല്ല. ഒരു സ്കൂളാണ്, അത് വളർന്നു പോട്ടെ. പക്ഷേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തട്ടെ. അവിടെ കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. പല കന്യാസ്ത്രീകൾ വന്നിട്ട് ചാനലുകളിൽ ബൈറ്റ് കൊടുക്കുന്ന കണ്ടു. എന്തായാലും വളരെ ഭംഗിയായി നടക്കേണ്ട ഒരു സ്കൂള്. അവിടെ എന്തെങ്കിലും അപശ്രുതികളുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളെയാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ കിളിമാനൂർ രാജാരവിവർമ്മ സ്കൂളിൽ ഒരു ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ടീച്ചർ ഒരു കുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായ കുട്ടി പോക്സോ കേസിൽ പെടുത്തിയിട്ട് ഇതുവരെ ആ ടീച്ചറെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയും നടക്കുന്നു കേരളത്തിൽ.
അപ്പോൾ ഒരു പക്ഷത്ത് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം കിട്ടുന്നു, അല്ലെങ്കിൽ സംരക്ഷണം കിട്ടുന്നു, മാനേജ്മെൻറ്റിൻ്റെ സംരക്ഷണം കിട്ടുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വല്ലാതെ തുലാസിലാകുന്നുണ്ട്. ഇതിന് അടിയന്തരമായി സർക്കാർ ഗൗരവമായി നമ്മുടെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ ശക്തമാക്കണം. അതുപോലെ തന്നെ ടീച്ചർമാർക്ക് അവരുടെ പലതും ഈഗോയിൽ നിന്നും കോംപ്ലക്സിൽ നിന്നുമാണ് വരുന്നത്. അവരുടെ ഈഗോയും കോംപ്ലക്സും തീർക്കാനുള്ള ഇടമല്ല സ്കൂള് എന്ന് പറഞ്ഞ് കൃത്യമായ ചില പ്രോട്ടോക്കോളുകൾ, ചില മാനുവലുകൾ, ചില പരിശീലനങ്ങളൊക്കെ സർക്കാർ ആലോചിക്കേണ്ടതാണ്. ഇനിയും നമുക്ക് നൽകാൻ ജീവനുകളില്ല.